കൂട്ടത്തിൽ നന്നായി പാടുന്നത് ആരാണ്? രണ്ടുപേരും തമ്മിൽ ഒരു ക്ലാഷ് വന്ന സ്ഥിതിക്ക് നമുക്ക് പാടിച്ചു നോക്കാം. ആരാണ് സ്പോർട്സിൽ മുന്നിട്ട് നിൽക്കുന്നത്? ആരാണ് കൂടുതൽ റൊമാൻറ്റിക്? റൊമാൻറ്റിക് ഇവിടെ ഇട്ട് കാണിക്കേണ്ടി വരും ചില ഡയറക്ടർ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ സൂപ്പർ വൈബേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡയറക്ടർ ആൽബിൻ ജോസഫിന് അറിയാം, പറഞ്ഞോ. അപ്പൊ ഇന്ന് നമ്മൾ സൂപ്പർ വൈബേഴ്സിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. ഹു ഇസ് ദ ബെസ്റ്റ് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് നമുക്ക് മനസ്സിലാവും. ആദ്യത്തെ ചോദ്യമാണ്, കൂട്ടത്തിൽ നന്നായി പാടുന്നത് ആരാണ്? അത് കണ്ടാവുള്ളൂ. ഇപ്പൊ രണ്ടുപേരും തമ്മിൽ ഒരു ക്ലാഷ് വന്ന സ്ഥിതിക്ക് നമുക്ക് പാടിച്ചു നോക്കാം. ആദ്യം അപ്പു പാടുന്നു. നല്ലപോലെ പാട്ട് പാടുന്നു. മിന്നൽ വള മിന്നൽ വള അതിന്റെ പാടാൻ പോണേ. മിന്നൽ വള അതെനിക്കറിയത്തുള്ളൂ കേട്ടോ. പാടാൻ പോണേ. 3, 2, 1 ഗോ. ആണുങ്ങളായാലേ അല്പ സ്വല്പം നാണോ മാനൊക്കെ വേണം. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പുത്തുലഞ്ഞു, കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി, തൊട്ടപ്പോൾ ആത്മാവിൻ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു, ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങൾ തുള്ളികളായി, കണ്ട നേരം കൊണ്ടലായി കൊണ്ടലായി. അപ്പൊ അപ്പുവിന്റെ പാട്ട് നമ്മൾ കേട്ടു. ഇനി നെക്സ്റ്റ് ആയി വരുന്നത് അച്ചുവിന്റെ പാട്ടാണ്. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി, തൊട്ടപ്പോൾ ആത്മാവിൻ തേനിറഞ്ഞു, പൂ പോലെ ഞാൻ വിരിഞ്ഞു. ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. അപ്പൊ നമ്മൾ രണ്ടുപേരുടെയും പഠിക്കോ ഉള്ളിൽ ഒളിച്ച് രണ്ടുപേരുടെയും പാട്ട് നമ്മൾ കേട്ടു. ഇതിൽ കുറച്ചുകൂടി എക്സ്പ്രസീവ് ആയിട്ട് പാടിയതും അതോടൊപ്പം തന്നെ ആ പുഞ്ചിരി ഒന്നുകൂടെ കാണിച്ചേ, അതെല്ലാം കൊണ്ടുവന്നത് അച്ചുവാണ്. അപ്പൊ നമ്മുടെ ഈ ചോദ്യത്തിലെ വിജയി അച്ചു. പോയിന്റ് ഉണ്ട്. പോയിന്റ് ഞാൻ ജയിക്കും. മൊത്തം നമ്മുടെ അടുത്തുള്ളത് 11 ചോദ്യമാണ്. ഈ 11 ചോദ്യത്തിൽ കഴിയുമ്പം ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ളു ഒരാൾ എന്തായാലും ജയിക്കും. ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ളവരും ജയിക്കും. അയാൾക്ക് സമ്മാനമുണ്ടോ? ഉണ്ട്. അയാൾക്കൊരു ഗുഡ് സർപ്രൈസ് ഗിഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അത് കിട്ടുന്നതായിരിക്കും. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആരാണ് സ്പോർട്സിൽ മുന്നിട്ട് നിൽക്കുന്നത്? ഒന്ന് കളിക്കാൻ പോലും അറിയത്തില്ല. ഇന്നെ കടന്ന് റണ്ണുള്ള ആർക്കടാ? റണ്ണിയുടെ ഷോ. ക്രിക്കറ്റ് കളിക്കുമ്പോ എപ്പോഴും റണ്ണൗട്ട് ഓൾ ടൈപ്പ് ഒന്നുമില്ല. റൺസ് ഉണ്ടോ ഇല്ലയോ? സ്റ്റാറ്റ്സ് പറയേ. ഏറ്റവും കൂടുതൽ സെഞ്ചുറി അടിച്ചിട്ടുള്ളത് ആരാ? ആരാ ഏറ്റവും കൂടുതൽ സെഞ്ചുറി അടിച്ചിട്ടുള്ള ആരാ? ഞാനല്ലേ? അച്ചുവാണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തുള്ളത് ആരാ? അപ്പു. അത് ഞാൻ. ഏറ്റവും കൂടുതൽ റൺസ് ഉള്ളത് ആരാ? അത് ഞാനാ. അപ്പം ആരാണ് ഇവിടുത്തെ വിജയി? ഞാൻ. അച്ചു തന്നെ. അപ്പൊ അടുത്തതായി ആർട്സിൽ കൂടുതൽ കഴിവുള്ളത് ആർക്കാണ്? അതിലൂടെ ചോദ്യമില്ലാത്ത ഒരു വസ്തുതയാണ്. അപ്പു കുറച്ച് കഥകളൊക്കെ എഴുതിയിട്ടുണ്ട്. അതെ, കഥകൾ നമ്മള് വായിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ കഥ അപ്പൊ അതിൽ അപ്പു തന്നെയാണ്. അപ്പുവാണ്. അപ്പുവിനൊരു പോയിന്റ്. അടുത്ത ചോദ്യം ഇച്ചിരി കോംപ്ലക്സ് ആണ്. കൂട്ടത്തിൽ റൊമാൻറ്റിക് സുന്ദരൻ ആരാണ്? റൊമാൻറ്റിക് റൊമാൻറ്റിക് പിന്നെ വരും സുന്ദരൻ.
കൂട്ടത്തിൽ സുന്ദരൻ സുന്ദരൻ ഞാനാ. ആരാണ്? ഞാൻ ഇവനെ കണ്ടിട്ടാണ് ഈ സുന്ദരൻ എന്ന് പറയുക. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. കൂട്ടത്തിലെ സുന്ദരൻ ആരാണെന്ന് ഇപ്പൊ ഒരു തീരുമാനം എടുക്ക്. നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച് തീരുമാനം എടുക്ക്. ഓക്കെ, കൂടുതൽ സുന്ദരൻ ഞാൻ തന്നെ. ആ, സമ്മതിച്ചിരിക്കുന്നു. അപ്പോ സുന്ദരൻ അപ്പു, കൂട്ടത്തിലെ പഠിപ്പി ആരാണ്? അതിലിപ്പോ ചോദ്യം ഒന്നും ചോദിക്കാനില്ല. ഏത് വിഷയമാണ്? ഏതൊക്കെ വിഷയം? എല്ലാ വിഷയത്തിലും ഉപയോഗിക്കണ 2 മാർക്കോ 1 മാർക്കോ കൂടുതൽ ഞാൻ വാക്കും. ആ വികാരത്തിന് കൈയും കാലും വെച്ചാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ പഠിത്തത്തിലും അപ്പുവാണ്. അപ്പു ലീഡിലേക്ക് എത്തി കേട്ടാ, 3-2. അടുത്ത ഞാൻ എടുക്കും. അടുത്ത പോയിന്റ് കാണാന്ന് വരടാ. കാണാ. ആരെ ഇപ്പൊ വീഡിയോ എടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇടുന്ന ആരാണ്? അത് അത് അച്ചു തന്നെയാണ്. അപ്പോ ആ പോയിന്റ് അച്ചുവിന് കിട്ടുന്നു. ഇപ്പൊ പോയിന്റ് വന്നിരിക്കുന്നത് 3-3 സമനില പൊട്ടിക്കാനുള്ള ഒരു സമനിലക്കുരുക്ക് പൊട്ടിക്കാനുള്ള ഒരു ചോദ്യമായിട്ട് വരുവാണ്. ആരാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്? ഇത് എന്നെ തോൽപ്പിക്കാനുള്ള പരിപാടിയാണ്. അത് പറ. ഇത് എന്നെ തോപ്പിക്കാനുള്ള ചോദ്യം കേട്ടോ. ഇത് മനഃപൂർവ്വം ഇത് പറഞ്ഞ് ഓർപ്പിച്ച് വെച്ചേക്കുന്ന കാര്യം. ഇത് പ്ലാനാണ്. പിന്നെ നിനക്ക് ചോദ്യം പറ്റിയെനിക്ക് വിടുന്നു. അത് ക്വസ്റ്റ്യൻ ഉണ്ട്. നിർത്തിന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇപ്പൊ 4-3 അച്ചു മുന്നിലെത്തിയിരിക്കുകയാണ്. ആരാണ് കൂടുതൽ ഉറങ്ങുന്നത്? എന്റെ പേര് പറയാതെ ഞാൻ പറയട്ടെ. 4-4 സമനിലയായിരിക്കുന്നു. ഇപ്പൊ പോയിന്റ് 4-4. രണ്ടുപേരും വിട്ടുകൊടുക്കുന്നില്ല. ഇനി 3 ചോദ്യങ്ങളെ അവശേഷിക്കുന്നുള്ളൂ. വീഡിയോയ്ക്ക് കണ്ടന്റുകൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നതും അത് വീഡിയോ എടുക്കുന്നതും ആരാണ്? അല്ല, അത് ഞാനാണ്. വീഡിയോ എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ തന്നെ. ഇവ സത്യം പറഞ്ഞ ഞാൻ എന്റെ ഇതെല്ലാം ഞാൻ കണ്ടന്റ് പറഞ്ഞു കൊടുക്കും. പക്ഷെ അതെല്ലാം ഇവ ആൽബിച്ചേട്ടനോട് പറഞ്ഞു കൊടുക്കും. സംവാദാണ്. ആണുങ്ങളായാലേ അല്പസ്വല്പം നാണോ മാനൊക്കെ വേണം. എന്തോ ഗായ്സ്, ഇവനെ വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ ഒരു 10-20 വട്ടം വിളിക്കണം. എന്നാലേ അവരുള്ളൂ. അല്ലേ? സത്യല്ലേ? അതെ, തീർച്ചയായും. വെറും മടിയാ. ഇപ്പൊ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു 10-20 വട്ടം വിളിച്ചു കാണും. അല്ലേ? അതെ. തീരുമാനത്തിലെത്ത്. 5-4 കൂട്ടത്തിൽ റൊമാൻറ്റിക് പയ്യൻ ആരാണ്? ഞാൻ അല്ല ഗൈസ്, ഇവനെ. റൊമാൻറ്റിക് വരുന്ന കുറച്ച് റൊമാൻറ്റിക് ആയാലോ? റൊമാൻറ്റിക് ആയാൽ കുഴപ്പമുണ്ടോ? ഇതിലേക്ക് വേണ്ട, റൊമാൻറ്റിക് ആവണ്ട. മൂടി ശരി. അപ്പോൾ ഓൾറെഡി തന്നെ 11ാമത്തെ ചോദ്യം കൂടി ഇനി ചോദിക്കാനുള്ളൂ. ഇതിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് റാപ്പ് സോങ്ങുകൾ പാടുന്നത് ആരാണ്? ആരാണെന്ന് ഇപ്പൊ ഒരു തീരുമാനത്തിൽ എത്തണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു റാപ്പ് സോങ് നിങ്ങൾ എന്തായാലും പാടി കേൾപ്പിച്ചോ. കാരണം ആരാണ് നന്നായിട്ട് പാടുന്നതെന്ന് അറിയാമോ? ഒരുത്തി കള്ളിക്കാട്ടില് മുള്ളി ചെടിപ്പോൾ ഒരുത്തി എണ്ണക്കർപ്പിയെ നിന്നെ കണ്ണിക്കുരുങ്ങി ഞാൻ മരിച്ചു 2ാം പിറവിയെ. ഇത് 2ാം പിറവിയെ. മഴ കാരണം കുറച്ചു നേരം നമുക്ക് വീഡിയോ കുറച്ച് ബ്രേക്ക് എടുക്കേണ്ടി വന്നു. അപ്പൊ അച്ഛൻ്റെ റാപ്പ് സോങ് കേട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞാണ്. പാടിയായിരുന്നോ? എന്റെ പാട്ട് ആർക്കും താല്പര്യമില്ലാത്തതുകൊണ്ട് എനിക്ക് താല്പര്യമുണ്ട്. എനിക്കുണ്ട്. താല്പര്യമില്ലാത്ത എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. പച്ച പരിഷ്കാരി, പച്ച മലയാളി, തുസ മുതലാളി, മദ്യം മദിരാശി, വാക്കെടുത്തിട്ട് റീപ്പൊട്ടെ, വായെടുത്ത വായാടി, വാക്കെടുത്താൽ വാക്കത്തി, റാപ്പെടുത്തിട്ട് ബീറ്റടി, ബീറ്റ് എടുത്തിട്ട് തോട്ടടി, തോട്ടെടുത്തിട്ട് പുട്ടടി, പുട്ടടിച്ചിട്ട് റാപ്പടിച്ചപ്പോ തീപ്പൊരി, തീപ്പൊടിച്ചപ്പോ മൂട്ടിലിപ്പോ തീ പിടിച്ചിട്ടൊരു മാതിരി.
റാപ്പിൽ പരാജയമാണ്. അപ്പൊ ഇവിടെ ഒരു വിജയി ഇല്ല, രണ്ടുപേരും വിജയികളാണ്. രണ്ടുപേർക്കും 5 പോയിന്റ് ഉണ്ട്. ഗൈസ് ഇത് വലിയൊരു മത്സരമില്ലായിരുന്നു, ജസ്റ്റ് എന്റർടൈൻമെന്റ് വീഡിയോ ആയിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും സൂപ്പറാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ് മറ്റൊരു കിടക്കാച്ചി വ്ലോഗുമായിട്ട് നമ്മൾ തിരിച്ചെത്തുന്നവരെ ബൈ ബൈ. ഞാൻ വന്നു.